ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ലിസ്റ്റ് ചെയ്തതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നുള്ളൊരു കാര്യമാണ്. അത് ഇത്രയും വലിയൊരു പ്രോബ്ലം നമുക്കറിയാം, എന്നാലും ഇറ്റ്സ് ഓൾ ഓവർ വേൾഡിലുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ പറയാം. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസം കൂടുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് അത്രയും ഉപകാരമായിരിക്കും. സോ നമ്മൾ കോൺസ്റ്റിപ്പേഷനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കത് മാറ്റാനുള്ള വഴികൾ മാത്രം, കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് സീരിയസ് ആയ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. അതായത് തൈറോയ്ഡ് പ്രോബ്ലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വേറെ കുട്ടികൾക്ക് ഇപ്പോൾ ശ്വാസകോശവും നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ട വേറെ 1-2 അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ അല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. പിന്നെയാണ് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് മസിൽസ് വികസിക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില സർജറി ചെയ്യേണ്ടതായിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള അത് ഏകദേശം ഒരു 5-10% കേസസ് അങ്ങനെയുള്ളൂ കേട്ടോ. റെയറാണത്. എന്നാലും നമ്മൾ അതൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം നമ്മുടെ ഇപ്പുറത്തേക്കുള്ള, അതിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ. അതായത് പ്രത്യേകിച്ച് സീരിയസ് അണ്ടർലൈൻ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്കൊരു ബിഹേവിയർ തെറാപ്പി കൊണ്ടൊക്കെ പതുക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒരു മലബന്ധമാണ് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കുഞ്ഞിന് സ്ട്രെസ് ആക്കരുത്. 2 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം പതുക്കെ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങിയാൽ മതി. വീട്ടിൻ്റെ ഉള്ളിൽ പോട്ടി വെക്കാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് സീറ്റ്സ് വെച്ചിട്ട് ടോയ്ലറ്റിൽ കൊണ്ടിരുത്താം. എപ്പോഴും നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലാണ് നിങ്ങൾ ഇരുത്തുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത്, കുഞ്ഞിന് കാലിങ്ങനെ ഹാങ് ചെയ്തിടാതെ കാലിൻ്റെ താഴെ ഒരു സ്റ്റൂൾ വെച്ച് കൊടുക്കുക. കാലിൻ്റെ താഴെ ഒരു സ്റ്റൂൾ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടീൻ്റെ തൊടയുടെ ഭാഗവും കാലും തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചൊരു 45 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഇതിന്ന് മുക്കാൻ കുട്ടിക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മറ്റേ രീതിയിലാവുമ്പോൾ അത് ഫിസിയോളജിക്കൽ അല്ല, അങ്ങനെ മുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനൊക്കെ അപ്പോൾ ഇന്ത്യൻ ക്ലോസെറ്റാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിലത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുത്തിയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. എപ്പോഴും പോട്ടിയിലാണെങ്കിലും, ചെറിയ പോട്ടിയാണെങ്കിൽ കുഞ്ഞിങ്ങനെ കാല് മടക്കിയല്ലേ ഇരിക്കുക. ടോയ്ലറ്റ് സീറ്റിലാവുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ചെയർ വെച്ച് കൊടുക്കാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഈ ഫോഴ്സ്ഫുള്ളായിട്ട് കരഞ്ഞും ബഹളം വെച്ചും വഴക്ക് പറഞ്ഞുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ഒഴിവാക്കുക. എപ്പോഴും അതൊരു ജെൻറ്റിൽ രീതിയിലേക്കായിരിക്കണം കൊണ്ടുപോകേണ്ടത്. പല കുട്ടികൾക്കും അതിലിരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഓടി നടന്ന് അപ്പിടാനായിരിക്കും ഇവർക്ക് ഇഷ്ടം. വാതിലിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഇടാനായിരിക്കും ഇഷ്ടം. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി വെറുതെ ഇരുന്നിട്ട് പുറത്ത് വന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ സിറ്റ് ഔട്ട് പോയിട്ടിടും. ഇതൊക്കെ കോമൺ ആണ്. അതൊക്കെ അവരുടെ ചൈൽഡ്ഹുഡിൻ്റെ പാർട്ടാണ്. എന്നിരുന്നാലും നമ്മൾ ഡെയിലി രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും ഇത്തിരി വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് കുഞ്ഞിന് 5-10 മിനിറ്റ് അവിടെ ഇരുത്തി നമ്മളും ക്ഷമയോടുകൂടി ഇപ്പുറത്തിരുന്ന് പതുക്കെ കുഞ്ഞിനൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ അതിൽ വറീഡ് ആവേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സെക്കൻഡ് ആണ് കുഞ്ഞിന് വെള്ളം. പല കുട്ടികൾക്കും വെള്ളം കുടിക്കാൻ മടിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും നമ്മൾ ഉണ്ടാക്കേണ്ട ഹാബിറ്റാണ്. നമ്മൾ വേണമെങ്കിൽ അലാം വെച്ചോളൂ, ഇത്ര ടൈം ആകുമ്പോൾ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ നമ്മൾ ഓർക്കണം എന്നില്ല. അല്ലാതെ പാസീവായിട്ട് വെള്ളം കുടിച്ചോ എന്നിട്ട് എടുത്ത് കുടിക്കുക അങ്ങനെയല്ല. നമ്മൾ ഓർത്ത് വെള്ളം എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ദാറ്റ്സ് എ സെക്കൻഡ് തിങ്. തേർഡ് ആണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് കുട്ടികൾ പിന്നെയും കഴിക്കുന്ന കുട്ടികളുണ്ടാവും. വെജിറ്റബിൾസ് കുറച്ച് മടിയുള്ളവരായിരിക്കാം. എന്നിരുന്നാലും ഇത്തിരി ആയിട്ട് നിങ്ങൾ മരുന്ന് കൊടുക്കില്ല അസുഖം വരുമ്പോൾ, അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് കൊടുത്ത് ശീലാക്കണം. എപ്പോഴും നമുക്കറിയാം ആ വീട്ടിലെ ബാക്കിയുള്ളവർ പോലും ചിലപ്പോൾ വെജിറ്റബിൾസ് കഴിക്കുന്നുള്ള ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് മാത്രം കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ല. വീട്ടിലെല്ലാവരും വെജിറ്റബിൾസ് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ പാർട്ടായിട്ട് വരണം. കുട്ടി അത് കാണണം, കുട്ടി അത് ടേസ്റ്റ് ചെയ്യണം. എന്നാലേ കുഞ്ഞിന് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ജ്യൂസസ് ആയിട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പക്ഷെ അതാ കുടിക്കുന്ന വെച്ചാൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. എപ്പോഴും നല്ലത് ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ അതിൽ കൂടെ കുറച്ചുകൂടി ഫൈബറൊക്കെ നന്നായിട്ട് കിട്ടും. ഇനി അങ്ങനെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ജ്യൂസായിട്ടും കൊടുത്തോളൂ. അറ്റ്ലീസ്റ്റ് അത്രയും വെള്ളമെങ്കിലും ഉള്ളിലെത്തുമല്ലോ. ജ്യൂസ് കൊടുത്ത് കഴിഞ്ഞാലും മധുരമുള്ളത് എന്ത് കൊടുത്താലും വായിൽ പ്ലെയിൻ വാട്ടറും കൂടിയും കുടിക്കാൻ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തതാണ് നട്ട്സ് വളരെ നല്ല സാധനമാണ്. നട്ട്സ്, ഡേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഫൈബറുണ്ട്. ഓട്സ്, ആ സാധനം കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഉറക്കം, അതായത് അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് നൈറ്റിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഫ്രഷായി എണീക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ലീപ്പ് ഇങ്ങനെ മാറുന്ന കുട്ടികൾക്കൊക്കെ എപ്പോഴും ബവലൊരു ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ ഫാമിലിയിൽ ഇത് നോക്കണം. ചിലപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അവർക്കൊക്കെ ചിലപ്പോൾ ഇതേ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനും അതുപോലെ ഉണ്ടാവാം. കാരണം അതൊരു ജെനറ്റിക്കലി ഇവർ കുടലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ബാധിക്കുന്ന ഒരു രീതിയിൽ, അതായത് ചിലപ്പോൾ സ്ലോ ആയിട്ട് കുടൽ മൂവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചും നിങ്ങൾ യാതൊരുവിധ വറീഡോ ആവണ്ട. നമുക്ക് എന്താ വെച്ചാൽ നേരത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് തുടങ്ങണം. സാധാരണ കുട്ടികളെ ഞാൻ പ്ലേ സ്കൂളിൽ അംഗനവാടിയിലൊക്കെ വിടുന്നതിന് മുന്നേ കുറച്ചെങ്കിലും രീതിയിൽ ബവൽ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ബവൽ ട്രെയിനിങ് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനമായിരിക്കും വിടാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ കുട്ടിയുടെ കാര്യത്തിൽ പ്രാവർത്തികമാക്കുക. അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ കുറേ മരുന്നുകൾ കുട്ടിയുടെ ശരീരത്തിലേക്കൊന്നും അബ്സോർബ് ചെയ്യാണ്ട് സ്റ്റൂളൊക്കെ സോഫ്റ്റ് ആക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കോൺസ്റ്റിപ്പേഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്യുമ്പോൾ 1-2 ദിവസം കൊണ്ട് മാറുന്ന ഒരു സംഭവമല്ല ഇത്. ഉണ്ടായിക്കഴിഞ്ഞാൽ കുടലിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു 6 months 6 മാസത്തേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വിചാരിച്ചോളൂ. എന്നുവെച്ചാൽ ഇതൊരു വലിയൊരു സംഭവമല്ല. എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് പോയാലേ കുഞ്ഞിനും പാരൻസിനും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം ഒട്ടും ട്രെയിൻഡ് ആവാണ്ട് കുട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വല്ലാണ്ട് മലബന്ധം വന്നിട്ടുണ്ട്, എന്നാലും കുട്ടി ഇത്തിരി ട്രൗസറിൽ ലീക്കായിട്ട് അങ്ങനെ പോവും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർഡ് സ്റ്റൂളാണ്. പിന്നെ മുകളിൽ നിന്ന് വരുന്ന സ്റ്റൂളൊക്കെ ചിലപ്പോൾ ലൂസാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. കുട്ടിക്കാണെങ്കിൽ ഈ ഒരു സെൻസേഷനും അത്ര കിട്ടില്ല, മോശം വരുന്നു എന്നുള്ള സെൻസേഷനും കിട്ടില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് ലീക്കായി പോകുന്നത്, എൻകോപ്രസിസ് എന്ന് പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മലം ലീക്കായാലും കുഞ്ഞിനും അത് വിഷമാണ്, കുഞ്ഞിനെ നോക്കുന്ന ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാണ്, പാരൻസിനും മെൻ്റലി സ്ട്രെസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങളുടെ കുട്ടിക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാർക്ക് പ്രത്യേകിച്ചുള്ള സംഭവം ചോദിച്ചത് ഡയറ്റ് ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയും അയൺ അടങ്ങിയ മരുന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. നിങ്ങളുടെ കുട്ടിക്ക് നന്നായിട്ട് രക്തക്കമ്മി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അയൺ മരുന്ന് കൊടുക്കുക, നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അല്ല എന്നുണ്ടെങ്കിൽ അയൺ മരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അയൺ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. പിന്നെയാണ് കാൽസ്യം മരുന്നും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ചിലപ്പോൾ ചിലർ കുഞ്ഞിന് പല്ല് വന്നില്ല അല്ലെങ്കിൽ കാല് നടക്കാൻ വൈകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ കാൽസ്യം മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡോസ് മോഡിഫൈ ചെയ്യോ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഈ 2 മരുന്നുകളാണ് കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ കായപ്പൊടിയൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് വാഴയ്ക്ക നേന്ത്രപ്പഴം കഴിച്ചാൽ ചില കുട്ടികൾക്ക് നല്ല കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അത് നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് 2 ദിവസം കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ 2 ദിവസം അത് നിർത്തി നോക്കിയാലും അറിയാം. പക്ഷെ നേരെ തിരിച്ച് ചെറുപഴം കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ കാണാറില്ല താനും. പിന്നെയാണ് റാഗി. ചില കുട്ടികൾക്ക് റാഗി കൊടുത്താൽ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അങ്ങനെയുമ്പോൾ റാഗിയിൽ വേണമെങ്കിൽ തേങ്ങാപ്പാലോ ശർക്കരയോ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഒന്ന് കുറവാകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം വേറെ ഭക്ഷണം കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം റാഗി കൊടുക്കാം. അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പോയാലും ഈ സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിൽ കൂടുതലായിട്ട് ഇതാണ്. ചില കുട്ടികൾക്ക് ചിക്കൻ കൊടുത്താലും കാണാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്നും ചിക്കൻ കൊടുക്കുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെ അല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് മെഡിസിൻ അല്ലെങ്കിൽ ഡയറ്റ് കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികളിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.